ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കൃഷ്ണൻ കൺമണിയും ആ ഫാക്ടറി തൊഴിലാളികളോടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അവർ പറഞ്ഞ നിബന്ധനകൾ അവരനുസരിക്കുകയാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി എന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ കൺമണിയോട് സംസാരിക്കുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം, തീരുമാനിച്ചതിന് ശേഷം തന്നെ അത് ഞങ്ങളെ അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി ഇതിനൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അതും തന്നെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി തിരിച്ചു പോവുക കേട്ടോ. അങ്ങനെ തന്നെ വാസുകിയും അതുപോലെ തന്നെ അയ്യപ്പനും കൂടിയും എല്ലാവരും കൂടി സംസാരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാസുകി നീ എന്താണ് അവർ പറഞ്ഞതെല്ലാം തന്നെ കേട്ടോ, അവരൊക്കെ വലിയ വലിയ ആളുകളായിരിക്കും, പക്ഷെ നമ്മൾ പാവപ്പെട്ടവർക്ക് അവർ പറഞ്ഞതൊന്നും വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ സമരം മുന്നോട്ട് തന്നെ കൊണ്ടുപോകണമെന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും വാസുകി തിരിച്ച് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഒരു കണക്കിന് പറഞ്ഞാൽ പഴയ മാനേജ്മെൻറ്റ് ചെയ്ത തെറ്റിന് ഇവരെന്താണ് പഴിച്ചത്. അതുകൊണ്ട് തന്നെ ആ കൺമണി പറഞ്ഞ പെൺകുട്ടിയെ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് അവൾ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാണെന്ന് എനിക്കൊരു തോന്നൽ. അതുകൊണ്ട് അവൾ ഗ്യാരണ്ടി പറഞ്ഞല്ലേ, അതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാം എന്നൊക്കെയാണ് അവർ പറയേണ്ടത്. അവന് കൂട്ടമായിട്ടൊരു തീരുമാനം എടുക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ഫാക്ടറിയിൽ പിന്നെയും ജോലി ചെയ്യണം എന്നുള്ളത് കേട്ടോ. പിന്നെ ഈ സുജുവിനെയും അതുപോലെ തന്നെ സാഗറിനെ കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ സാഗർ അവിടെ ഒരു ഫയലൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് സുജു വരുന്നുണ്ട്. സാഗർ ഒരു കാര്യം ചെയ്യോ, കൃഷ്ണനെ ഒന്ന് വിളിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ സുജു ഈ പറയുന്നത്, അവനെ ഞാൻ വിളിക്കാനോ? നല്ല കാര്യമായി, അവൻ എവിടെയാണെന്ന് നിനക്ക് അറിയുന്നതല്ലേ. പിന്നെ ദേവ്ജി അവരെ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് വിട്ടതല്ലേ. അതുകൊണ്ട് തന്നെ നീ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ ഇവിടെ ഇരുന്നോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കണക്കിന് പറഞ്ഞാൽ ഞാൻ അവൻ്റെ അച്ഛനാണെങ്കിൽ നീ അവൻ്റെ അമ്മയല്ലേ, നീ ഒന്ന് വിളിച്ചു നോക്ക്, അവനെന്താ പറയുന്നതെന്ന് നമുക്ക് കേൾക്കാലോ എന്ന് പറയുന്നു. അപ്പോഴത്തേനും സുജു പറയുന്നുണ്ട്, ഞാൻ 2-3 പ്രാവശ്യം അവനെ വിളിച്ചു നോക്കി, പക്ഷേ ഒരിക്കലും തന്നെ അവൻ ഫോൺ എടുത്തില്ല. പിന്നെ ഞാൻ വിളിച്ച അവൻ ഫോൺ എടുക്കും തോന്നുന്നുണ്ടോ? പിന്നെ അതിൻ്റെ കൂടി ദേഷ്യം ഞാൻ അവനോട് തീർക്കേണ്ടി വരും. അതൊന്നും വേണ്ട, നീ ഒന്നും സമാധാനമായിട്ടിരിക്കുക. ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യം കഴിഞ്ഞാൽ അവർ തിരിച്ചു വരും, എന്നിട്ട് അവരോട് സംസാരിക്കാം, അതുപോലെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് പോരെ സാഗർ, എനിക്ക് അവനെ കാണാത്തതുകൊണ്ട് അത്രയും വിഷമം. പിന്നെ മാനസയുടെ കാര്യം അറിയാലോ, അവന് അവളും തമ്മിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ്. എന്നിട്ട് അവളെ വിട്ടിട്ട് ആ കൺമണിയുടെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ എത്ര വൃത്തിയായിട്ട രീതിയിലാണ് അവൻ പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കാമല്ലോ. മാത്രമല്ല ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കാൻ കൂടി എനിക്ക് മടിയായി തുടങ്ങി. അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് കേൾക്കാൻ പോലും തയ്യാറല്ല ഞാൻ എന്ന് പറയുന്നു കേട്ടോ. പിന്നെ ജർമ്മനിയിലെ ജയമോഹനോട് അവരെന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഒരു കടമയല്ലേ നമുക്ക്, അത് നമ്മൾ ചെയ്യേണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്, മാനസ തന്നെയായിരിക്കും നമ്മുടെ മരുമകൾ. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർ നല്ല രീതിക്ക് തന്നെ തിരിച്ചു വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ ആൻറ്റിയമ്മ അങ്ങോട്ട് വരുന്നുട്ടോ. എപ്പോൾ നോക്കിയാലും ഒരു കൺമണിയുടെ കൺമണി എന്ന് മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ എന്താ ഒരു വലിയ ഡിസൈനർ, ഇവളല്ലാതെ വേറെ ആരും നമുക്ക് കിട്ടില്ലേ. ആ ചേച്ചിയമ്മ എന്തീ പറയുന്നത്, നീ ഒന്ന് ആലോചിച്ച് നോക്ക് ആ മാനസയുടെ കാര്യം. അവൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ട് അവനില്ലാതെ. ഇത് ചെയ്യുന്ന തെറ്റാണോ? ആ കൺമണിയുടെ കൂടെ അവൻ ഈ ഉലകം ചുറ്റാൻ പോകുന്നത് ഏതൊരു പെണ്ണിനാടാ സഹിക്കാൻ സാധിക്കുക? ചേച്ചിയമ്മേ, നമ്മൾ എന്താ പറയുന്നത്, അതൊരു കാര്യമാക്കണ്ട. എന്തായാലും അവർ തിരിച്ചു വന്നിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ തീരുമാനിക്കാന്നേ. മാനസികമായിട്ടുള്ള കൃഷ്ണൻ്റെ കല്യാണം ഉടനെ തന്നെ നടത്താൻ ചെയ്യാമെന്ന് പറയുന്നു കേട്ടോ. അതുതന്നെയാണ് വേണ്ടത്, നമ്മളെന്തായാലും അത് മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ ചേച്ചിയമ്മ ഇങ്ങനെ ഒച്ച വെച്ച് സംസാരിച്ചിട്ട് യാതൊരു തര കാര്യമില്ല. കാരണം ഞാനൊരു കാര്യം പറയട്ടെ, മാനസയെക്കുറിച്ചാണെങ്കിൽ മാനസ അത്ര പോരാ. കമ്പനിയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാൻ പരിശോധിക്കുന്നുണ്ട്, അവൾ കുറച്ച് കള്ളത്തരം കാണിക്കുന്നുണ്ടോ എന്നൊരു എനിക്കൊരു സംശയമുണ്ട്. വെറും സംശയം മാത്രമാണ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല അനിയൻ കൂട്ടാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ കൺമണി അവൾ നല്ലൊരു പെൺകുട്ടിയാണ് എന്ന് കരുതി അവൾ എൻ്റെ മരുമകളാകണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല, അവളെ പിരിച്ചു വിടാനൊന്നും ഞാൻ തയ്യാറല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും കൃഷ്ണയും അതുപോലെ തന്നെ കൺമണിയൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്തായാലും ഫാക്ടറി തൊഴിലാളികൾ അംഗീകരിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ കാര്യം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാം, അച്ഛനും അമ്മയോട് കാര്യങ്ങൾ സംസാരിക്കണം. നിൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ അച്ഛൻ എന്തായാലും പെണ്ണ് ചോദിക്കും, അതോടുകൂടി തന്നെ കൺമണിയെ എനിക്ക് വിവാഹം ചെയ്ത് തരുമെന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കൺമണി, എത്രയും പെട്ടെന്ന് നമുക്ക് നാട്ടിൽ പോകാൻ സാധിക്കുമെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് തന്നെയാണ് കൃഷിൻ്റെ ഫോണിലേക്ക് മഹി വിളിക്കുന്നു. മഹി വിളിച്ചതിന് ശേഷം കൃഷി നീ എവിടെയാണെന്ന് ചോദിക്കാം കേട്ടോ. അപ്പോഴത്തേനും ഞാൻ ഇവിടെ നിന്ന് പോന്നിട്ടൊന്നുമില്ല, അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ചോദിക്കുമ്പോഴത്തേനും ഏകദേശം ശരിയായി വരുന്നു. കാരണം ഫാക്ടറിയിലെ തൊഴിലാളികളോട് ഞങ്ങൾ സംസാരിച്ചു, ഒരു പ്ലാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, അവരത് അംഗീകരിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും, അങ്ങനെ നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നു. എന്തായാലും നീ ഒന്ന് സൂക്ഷിച്ചോ, ആ മാനസ അങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം
ആ ശ്രീദേവി എന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചോർത്തിയെടുക്കാനായിട്ട് ശ്രമിച്ചു. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ അത് നേരെ മാനസയോട് അവൾ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് അവൾ അങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ക്രഷും അതുപോലെ തന്നെ കൺമണി ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെ മഹി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കൺമണിയെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. പിന്നെ മാനസ് ഇങ്ങോട്ട് എന്ത് അധികാരത്തിൻ്റെ മേലെ വരുന്നതെന്നുള്ളത് ഞാനത് നോക്കട്ടെ, അവളിങ്ങോട്ട് വരട്ടെ എന്നിട്ട് നോക്കാം എന്നൊക്കെ മഹിയോട് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഭാഗ്യശ്രീയും അതുപോലെ സുമിത്രയും കേട്ടോ. അങ്ങനെ ബാലുവിനോട് സംസാരിക്കുന്നുണ്ട്. നീയാണല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ബലരാമനോട് ചോർത്തി കൊടുക്കുന്നത്. പിന്നെ ആ ഏട്ടനോട് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ. കാരണം അയാളൊരു പാവമല്ലേ. നിങ്ങൾ അച്ഛനും അമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ട് അയാളെ ചതിക്കാനല്ലേ നോക്കുന്നത്. അവരുടെ സ്വന്തം അച്ഛനും അമ്മയാണ് സാഗറും സുജു. അവരാരാണെന്ന് കൂടി ആ ഏട്ടൻ ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. അപ്പോഴത്തേനും അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങനെ ഒരു മനുഷ്യത്വമില്ലാത്ത ആൾക്കാരാണോ നിങ്ങളെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോഴത്തേനും നിനക്കറിയില്ല ഞങ്ങൾ എത്ര മാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് ഇത്രത്തോടെ എത്തിയത്. ഇത് സാഗർ കാരണമാണ് അച്ഛന് പോലും വയ്യാണ്ടായിരുന്നത്. അച്ഛൻ ഇങ്ങനെ ആയത് തന്നെ എന്തോ ഭാഗ്യത്തിന്മേലാണ്. ബലരാമനെ കൊണ്ട് തന്നെ ആ സാഗറിനെ അവസാനിപ്പിക്കണം. അതിന് ഞങ്ങൾ എന്ത് കാര്യം സ്വീകരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിന് നീ എന്ത് ശ്രമിച്ചാലും കാര്യമില്ല ഭാഗ്യശ്രീ എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഏട്ടനെ നിങ്ങൾ ആ ഒരു കൊടും ക്രൂരത ചെയ്യാനായിട്ട് അനുവദിക്കില്ല. അത് ഞാൻ എങ്ങനെയെങ്കിലും തടയുമെന്നും ഭാഗ്യശ്രീ പറയുന്നുണ്ട്. അങ്ങനെ ഭാഗ്യശ്രീയെ വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോകുലിനെയും അതുപോലെ വരുണിനെയാണ് കേട്ടോ. വരുൺ പറയുന്നത് മോനെ ഗോകുലെ എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ഗോകുൽ തിരിച്ചു ചോദിക്കുന്നു. അപ്പോഴത്തേനും ഗോകുലെ എനിക്ക് എൻ്റെ കൈ ഒരു നല്ല ചൊറിച്ചിലുണ്ട്. നീ എൻ്റെ 2 കൈയും കണ്ടില്ലേ കെട്ടിയിട്ടിരിക്കുകയാണ്. ഒന്ന് ചൊറിഞ്ഞു തരുമോ എന്ന് ചോദിക്കട്ടോ. അപ്പോഴത്തേനും അതിന് എന്നെക്കൊണ്ട് പറ്റില്ല. വേണമെങ്കിൽ അവിടെ എവിടെയെങ്കിലും പോയിരുന്ന് ചൊറിഞ്ഞു, അല്ലാതെ എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല. എടാ ഞാൻ വേറെ ആരോടാടാ പറയുക. എനിക്കിവിടെ നീയല്ലേ നല്ലൊരു കൂട്ടുള്ളൂ. മറ്റാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം തന്നെ എന്നെ ആക്ഷേപിക്കുകയല്ലേ ചെയ്യുക. എത്രയും പെട്ടെന്ന് ഒന്ന് ചെയ്ത് കാടാ. എനിക്ക് പറ്റാത്തതുകൊണ്ടല്ലേ. ചേട്ടൻ കുറച്ചേരം അനുഭവിക്കുക, അതല്ലേ വേണ്ടതെന്ന് പറയുന്നു കേട്ടോ. പക്ഷേ വരുണിനാണെങ്കിൽ സഹിക്കാൻ വയ്യാതെ വീണ്ടും പോയിട്ട് അവിടെ ചുമരിനോട് ചേർത്ത് ചൊറിയാനായിട്ട് നിൽക്കുന്നു. ആ സമയത്ത് നമ്മുടെ അമ്മായിമാർ വരുന്നുണ്ട്. എന്താ വരുണ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അമ്മായിമാരെ നല്ല ചൊറിച്ചിൽ. അത് കാരണം ഗൂഗിളിനോട് പറഞ്ഞപ്പോൾ അവൻ എനിക്ക് ചൊറിഞ്ഞു തന്നില്ല. പക്ഷെ നിങ്ങളെങ്കിലും എനിക്ക് ചൊറിഞ്ഞു തരും. ഞങ്ങൾക്കിപ്പോൾ അതിൻ്റെ കേടാണോ? കൺമണിയുടെ വീട്ടിൽ വന്നിട്ട് നീ ഇങ്ങനെ സ്ഥിരതാമസത്തിന് നിൽക്കാൻ പാടുണ്ടോ? എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ നോക്ക്. ഇത് ഞങ്ങളുടെയും കൂടിയും വീടാണ്, ഇപ്പം നിൻ്റെ വീടല്ല. അങ്ങനെ ഞാൻ പോകണമെങ്കിലേ ഞാൻ പറഞ്ഞില്ലേ 101 പവനും 10 ലക്ഷം രൂപയും എനിക്ക് തിരിച്ചു താ. ആ ദിവസം തന്നെ ഞാൻ ഇവിടുന്ന് സ്ഥലം വിട്ടോളാം. അതുവരെ നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അല്ലാത്ത പക്ഷം ഇതൊക്കെ നിങ്ങളും അനുഭവിക്കേണ്ടവർ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കാട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സാഗറിനെയും അതുപോലെ സുജുവിനെയാട്ടോ. സുജു വീണ്ടും വന്നിട്ട് സാഗറിനോട് പറയുന്നുണ്ട്, സാഗർ എത്രയും പെട്ടെന്ന് കൃഷ്ണനെ ഒന്ന് വിളിക്കുക. എനിക്ക് എൻ്റെ മോൻ്റെ സൗണ്ട് കേൾക്കാഞ്ഞിട്ട് അങ്ങനെ സങ്കടം വരുന്നു എന്ന് പറയുന്നു. എൻ്റെ പൊന്നു സുജു നീ അന്ന് അടങ്ങ്. അവൻ ഇങ്ങോട്ട് വരുന്നില്ലേ, പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? നീ അവൻ്റെ അമ്മയാണെന്നൊക്കെ എനിക്കറിയാലോ. പിന്നെന്താ ടെൻഷൻ അടിക്കണ്ട, അവൻ വരട്ടെ, എന്നിട്ട് അവനോട് സംസാരിക്കാം. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാഗർ നല്ല രീതിക്ക് അവനോട് സംസാരിക്കണം. വീണ്ടും ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഞാനിനി ഒന്നും പറയാൻ നിൽക്കില്ല. ദേവ്ജി എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഞാൻ ചെയ്യുള്ളൂ. സുജു വിഷമിക്കേണ്ട കാര്യമില്ല, നമുക്ക് നോക്കാം, അവരിവിടെ വരട്ടെ എന്ന് പറയാം കേട്ടോ. അങ്ങനെ സുജുവിന് കുറച്ചൊക്കെ സമാധാനം ആവുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. പ്രമോ ആയിട്ട് നമുക്ക് വീണ്ടും